പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പം തിരുസഭയുടെ ഇപ്പോഴാ തിരുത്തു വന്നതായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആ ഭാഗത്തിൻ്റെ ഒന്നാം ഭാഗമാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. ഇതിപ്പോൾ രണ്ടാം ഭാഗം ആണ്. ഈ രണ്ടാം ഭാഗവും കൂടെ തീർത്തെങ്കിലേ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ചിലപ്പോൾ മൂന്നാം ഭാഗവും വേണ്ടി വരും. ഇത് ചെയ്ത് കഴിയുമ്പോഴാണ് സമയം അതറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ബൈബിളിൽ ഉള്ള തെളിവുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പരിശുദ്ധ കന്യകാമറിയം സഹരക്ഷകയല്ല. പിന്നെ അവിടെ ബൈബിളിലൊരിടത്ത് നമ്മൾ കണ്ടില്ല പറഞ്ഞ കന്യാമറിയത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ചില പോയിൻ്റുകളാണ് പറഞ്ഞത് അവിടെയും കണ്ടില്ല. അടുത്തത് പരിശോധിച്ചത് ഇനി അതുപോലെ തന്നെ മധ്യസ്ഥയാണെന്നുള്ള സ്വർഗീയ മധ്യസ്ഥയായിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. ഇല്ല. അതെ. ഇപ്പോൾ നമ്മൾ ഇനിയും മാതാവ്, അതേസമയം മാതാവ് അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയം ആരംഭകാലം മുതൽ തന്നെ ക്രിസ്തുവിനോട് ജനിക്കുന്നതിന് ദൈവം ജന്മം കൊടുക്കുന്നതിന് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ മുതൽ മരണം വരെയും സർവ്വതും ദൈവ ഇഷ്ടമാണെന്ന് വന്ന് കണ്ട് എല്ലാ ക്ലേശങ്ങളും എല്ലാം സഹിക്കുകയാണ് ചെയ്തത്. ഇതുപോലുള്ള ഒരു സഹനം ഇല്ല. അതിശയകരമാണ്. ആരും അങ്ങനെ സഹിക്കത്തില്ല. ഏതൊരു മാതാവിനും സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഉള്ള കാര്യങ്ങളാണ് നടന്നത്. നമ്മൾ അത് കണ്ടു കഴിഞ്ഞു. അപ്പോഴും അവസാനമായിട്ട് കർത്താവ് യേശുക്രിസ്തു കുരിശിൽ കിടന്ന് ആ മരണവേദനപ്പെടുന്ന സമയത്തും അവസാനമായിട്ട് അവിടുന്ന് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയോടും പറഞ്ഞു, തൻ്റെ അമ്മയോടും പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. അപ്പോൾ അന്നേരം മുതൽ ബൈബിൾ പറയുന്നത് സമയം മുതൽ യോഹന്നാൻ മാതാവായിട്ട് പരിശുദ്ധ കന്യാമറിയത്തെ സ്വീകരിച്ചു. പരിശുദ്ധ കന്യാമറിയം യോഹന്നാനെയും മകനായിട്ട് സ്വീകരിച്ചു. അപ്പോൾ പിന്നെ നടന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ഇങ്ങോട്ട് കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു അത് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞിട്ട് അവർ ആ 10 ദിവസം മർക്കോസിൻ്റെ ഭവനത്തിൽ, സുവിശേഷകനായ മർക്കോസിൻ്റെ ഭവനത്തിൽ അവിടെ 150ഓളം ആളുകൾ കൂടിയിരിക്കുകയായിരുന്നു. ശിഷ്യന്മാർ, കർത്താവിൻ്റെ അപ്പസ്തോലന്മാരും ശിഷ്യഗണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും. അതിൽ പരിശുദ്ധ കന്യാമറിയവും ഉണ്ടായിരുന്നു എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ കന്യാമറിയത്തിൻ്റെ ആ പ്രേരണയിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുകയായിരുന്നു. ഒന്നിനും ആർക്കും ഒരു സംശയവും ഇല്ല. അതിൽ കന്യാമറിയമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തതെന്ന് പോലും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ കർത്താവ് പറഞ്ഞതനുസരിച്ചാണ് അവർ ഒന്നിച്ചു കൂടിയത്. അപ്പം കന്യാമറിയം യോഹന്നാൻ എവിടെയുണ്ടോ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ടും ഒരിടത്തും സുവിശേഷകർ ഇവരാരും തന്നെ ആ 4 സുവിശേഷത്തിലും പറഞ്ഞിട്ടില്ല മാതാവ് മധ്യസ്ഥയാണെന്ന്, രക്ഷകയാണെന്ന്. രക്ഷകൻ്റെ കൂടെ, മകൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നു. ആ മരണസമയത്തും ആ മൃതദേഹം സ്വന്തം വഴിയിൽ ഇറക്കി കിടത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ സംസ്കാരവും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ. ബൈബിൾ എഴുതിയപ്പോൾ അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കർത്താവുമായിട്ട് നേരിട്ട് മറ്റ് ശിഷ്യന്മാരും അപ്പസ്തോലന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് കാണുന്നില്ല വലിയ കാര്യമായിട്ട്. അവരാരും അങ്ങനെ എടുത്തില്ല, വലിയ കാര്യമാണ്. അപ്പോൾ അമ്മയെ എല്ലാവരും വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. വണങ്ങുകയും ആ വണക്കത്തോടു കൂടിയാണ് അവരെല്ലാം കണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ കുരിശിൻ ചുവട്ടിൽ വെച്ച് മാതാവ് പരിശുദ്ധ കന്യാമറിയം
എന്ത് ചെയ്തു? സഭയുടെ പിന്നെ ഉണ്ടാകുന്ന എല്ലാ ക്രിസ്തീയ സഭയുടെ മാതാവായി തീരുകയാണ് ചെയ്തത്. സകല ജനപദങ്ങളുടെയും മാതാവാണ്. യോഹന്നാനാകട്ടെ ആ സഭയെ പ്രതിനിധീകരിക്കുകയാണ്, സകല മാനവരാശിയും പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് അമ്മയുടെ മകനായിട്ട് തീരുകയാണ്. മാതാവ് ഈ ഇനിയും പ്രസവിക്കാൻ പോകുന്ന, അതായത് ഉണ്ടാകാൻ പോകുന്ന, ഉടനെ തന്നെ ഉണ്ടാകാൻ പോകുന്ന സഭയുടെ മാതാവ് ആയി. അങ്ങനെ മാനവരാശിയുടെ മൊത്തത്തിൽ അമ്മയായിട്ടാണ് അന്നു മുതൽ തീരുന്നത്. അപ്പോൾ അതിന് ആർക്കും തന്നെ ഒരു സംശയത്തിൻ്റെ ആവശ്യവുമില്ല. ബൈബിൾ അടിസ്ഥാനത്തിലും അത് ശരിയാണ്. പക്ഷേ ഇതൊക്കെ നിഷേധിക്കാൻ വേണ്ടി ഓരോരുത്തർ പറയുമല്ലോ, അത് ചെയ്യാൻ വേണ്ടി, തെറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റുകൾ സാഹചര്യം ഉണ്ടാക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ വേണ്ടി ഓരോന്ന് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടരുടെ ഭർസനങ്ങളും നിന്ദനങ്ങളും ജൽപ്പനങ്ങളും ഒക്കെ നമ്മൾ വകവയ്ക്കേണ്ടുന്ന ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ അങ്ങ് തള്ളിക്കളയുക. അപ്പോൾ അങ്ങനെ ആദ്യകാലം മുതൽക്കേ തിരുസഭയിൽ മരിയ ഭക്തി തന്നെ നിലനിന്നിരുന്നു. ഭക്തിയായിട്ട് ഉള്ള ഒരു ഭക്തി എന്നുള്ള നിലയിലാണ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ അത് പൗരസ്ത്യവും പാശ്ചാത്യവുമായിട്ടുള്ള വേദപണ്ഡിതർ, താപസർ, സന്യസ്തരെല്ലാം തന്നെ പരിശുദ്ധ കന്യാമറിയത്തോടുള്ള ആദരവും അണക്കവും എല്ലാം മൂത്ത് അവർ ഭക്തിയിൽ തന്നെയായിരുന്നു മാതാവിനെ സ്തുതിക്കുന്നതും പുകഴ്ത്തുന്നതുമായ. കാരണം അത്രയും വലിയ സഹനവും എല്ലാ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഇതുപോലെ സമർപ്പിച്ചതുമായ ഒരു മനുഷ്യ ജീവി, അത് പുരുഷന്മാരിലായാലും സ്ത്രീകളിലായാലും ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ അവർ കീർത്തനങ്ങളുമൊക്കെ എഴുതിയും പാടുകയും സ്തുതിക്കുകയൊക്കെ ചെയ്യുന്ന മാതാവിനെയും കൂടെ ചേർത്ത് ആയിരുന്നു, തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിർബാധം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മധ്യനൂറ്റാണ്ട് കാലമായപ്പോഴാണ് പിന്നെ അതൊരു മധ്യകാല നൂറ്റാണ്ടിൽ ഉള്ള സമയങ്ങളിലാണ്, അതായത് 1400 മുതൽ ഇങ്ങോട്ട് അത് ശക്തി പ്രാപിച്ചു. അപ്പോൾ അങ്ങനെ മാനവരാശിയുടെ സഹരക്ഷകയെന്ന് ഒന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു തോന്നൽ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ട്. കുരിശിൻ്റെ താഴെ ഇന്ന് ക്രിസ്തുവിനോടൊപ്പം തന്നെ ആ ബലി അർപ്പണത്തിൽ, സ്വയം ബലി അർപ്പണത്തിൽ പങ്കാളിയായത്, പിന്നെ അതിശയകരമായ വിധത്തിൽ ദൈവവുമായിട്ടുള്ള ആ സഹകരണം, വിശുദ്ധയെ അങ്ങനെയുള്ള ഒരു വിശുദ്ധ ജീവിതം, മനുഷ്യർക്ക് വേണ്ടി യേശുവിനോട് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നതിന് അവൾ യോഗ്യയാണ് എന്ന് പുകഴ്ത്തി പറഞ്ഞും കീർത്തനങ്ങൾ പാടിയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സകല ജനതകളെയും. എല്ലാ സഭാശ്രേഷ്ഠന്മാരും സന്യാസ താപസവര്യന്മാർ എല്ലാവരും തന്നെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് വത്തിക്കാനിൽ നിന്ന് ഈ കൽപ്പന പുറപ്പെടുവിച്ചു എന്ന് ഉള്ളതറിഞ്ഞ ആ ദിവസം തന്നെയാണ്, അത് വെളി വന്ന ദിവസം തന്നെ ഒന്ന് കുറിപ്പുകളൊക്കെ ഒന്ന് എഴുതി വെച്ചിരുന്നു ഞാൻ, നോട്ട്സ് ഒരു കുറിപ്പുകളൊക്കെ. പക്ഷേ എനിക്ക് വീഡിയോ സമയത്തിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ അത് ഇതിനകത്ത് വെച്ച് പലരും, വൈദികരും മെത്രാന്മാരും പലരും തന്നെ പല വീഡിയോകളും ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതും വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഇനിയും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കാലത്ത് തന്നെ
ആധുനിക കാലത്ത് തന്നെ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞല്ലോ, ആ മാതാവ് സഹരക്ഷകയാണ്, മധ്യസ്ഥയാണ്, അതിനേറ്റവും യോഗ്യയാണ്, അതുകൊണ്ട് മാതാവിനോടുള്ള പ്രാർത്ഥനകൾ, ജപമാലകളുണ്ടായി. കൊന്തയെന്ന് പറയുന്നത് ജപമാല, കൊന്തയെന്ന് പറയുന്നത് ഇറ്റാലിയൻ, ഈ ലത്തീന്, പോർച്ചുഗീസ് ഭാഷകളിലൊക്കെ അതാണ് കൊന്ത എന്നാണ് പറയുന്നത് അതിന് ഒക്കെ. അപ്പോൾ അതിൻ്റെ നമ്മൾ ജപമാല, അപ്പോൾ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മതിയല്ലോ. ജപമാല പ്രാർത്ഥന പിന്നീട് വന്നു. ഈ പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ആവിർഭവിച്ചത്. ജപമാല ഇങ്ങോട്ടും കൂടെ ഈ പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ അവർ പോയിടത്തെല്ലാം, വിദേശീയർ പിന്നെ പോയിടത്തെല്ലാം അങ്ങനെ ആയിത്തീർന്നു, മിഷണറിമാർ പോയിടത്തെല്ലാം. അപ്പോൾ മാതാവിനോടുള്ള പ്രാർത്ഥന ആണ് അത്. അതിനെപ്പറ്റി ഞാൻ അടുത്തത് പറയാം. അപ്പോൾ ഈ വത്തിക്കാൻ കൗൺസിൽ കാലത്ത് തന്നെ, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ആരംഭകാലത്ത് തന്നെ, അതുകൊണ്ട് മെത്രാന്മാരും കർദിനാൾമാരും എല്ലാവരും തന്നെ, സഭാ അധികാരികൾ, നേതാക്കന്മാരെല്ലാവരും തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇതിനൊരു വ്യക്തത വരുത്തണം. മനുഷ്യരിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, മാതാവിനെ പുകഴ്ത്തി കീർത്തിച്ച് ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനങ്ങളൊക്കെ തിരുസഭ പറയാതെ തന്നെ അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊരു വ്യക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണമെന്ന് വന്നിരുന്നു, ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ചിലർ അതിൻ്റെ ഇടയ്ക്ക്, ചില വിശുദ്ധരായിട്ടുള്ളവർ തന്നെ പറഞ്ഞിരുന്നു, മാതാവ് സഹരക്ഷകയാണെന്നൊക്കെ പ്രഖ്യാപിക്കണം, സ്വർഗീയ മധ്യസ്ഥയാണെന്ന് പ്രഖ്യാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടവരുമുണ്ട്, വിശുദ്ധ ജീവിതം നയിച്ചിരുന്നവരൊക്കെ തന്നെ. പക്ഷേ അതൊന്നും സഭ ചെയ്തില്ല. കാരണം എന്താ? അത് നമ്മുടെ ബൈബിളിന് യോജിക്കുന്നില്ല. കാരണം ബൈബിളിൽ എന്തുവാ പ്രധാന വിഷയം? ക്രിസ്തു എന്ന രക്ഷകനാണ്. അപ്പോൾ രക്ഷകൻ ക്രിസ്തുവാണ്. അവിടെ ഒറ്റയ്ക്കാണ്, മറ്റുള്ളവരുടെ ആരുടെയും ആവശ്യം അവിടെ ഇല്ല. അത് പിറവിയെടുക്കുന്നതിന് പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തു, പിറവിയെടുത്ത് വളർത്തുന്നതിന് അവസാനം വരെ അത് മാതാവായിട്ട് തന്നെ സഹകരിച്ചു, എല്ലാം ജീവിച്ചു. അപ്പോൾ വീണ്ടും അങ്ങനെ തന്നെയാണ് യേശുവിന്, നമ്മുടെ തിരുസഭയുടെ കാര്യത്തിന് വേണ്ടി തന്നെയാണ് നിന്ന്, സഭയുടെ ആവിർഭാവ കാലത്തുമൊക്കെ. അപ്പോൾ തിരുസഭ, അതുകൊണ്ടാണ് കത്തോലിക്ക സഭ മാതാവിന് ഈ ടൈറ്റിലുകളൊന്നും കൊടുക്കാഞ്ഞത്. അത് ശരിയല്ല. കാരണം കർത്താവിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ബലിക്ക് ഭംഗം വരരുത്, രണ്ടാം സ്ഥാനം മങ്ങിപ്പോകരുത്. പക്ഷേ അങ്ങനെ മങ്ങിപ്പോകുന്ന വിധത്തിൽ ഓരോരുത്തർ ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട്. അപ്പോഴാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കാലത്ത് ഇങ്ങനെ വ്യക്തത വേണമെന്ന് പറഞ്ഞത്. പക്ഷേ ഒന്നും ചെയ്തില്ല. കാരണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോഴും മാർപ്പാപ്പ അത് വ്യക്തത വരുത്തി അത് ചെയ്തു എന്നേ ഉള്ളൂ. കാരണം ഒരു കാര്യം വത്തിക്കാനിൽ നിന്ന് ഒരു തീരുമാനം വരണമെങ്കിൽ അത് ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം പഠിക്കുകയും ചിന്തിക്കുകയും പല പ്രകാരങ്ങളിലും അതിന് ഗവേഷണം നടത്തുകയും ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. ചുമ്മാ ചാടിക്കയറി പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് തീർക്കാവുന്ന കാര്യമല്ല. പിന്നെ പല കാരണങ്ങളാലും തന്നെ അത് നീണ്ടുപോയി, ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഇപ്പോഴത്തെ കാലത്തൊക്കെ നമുക്ക് കാണാം, ധ്യാന കേന്ദ്രങ്ങൾ, കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ പല ഭക്ത സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ മരിയ ഭക്തി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കാലഘട്ടങ്ങളൊക്കെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇതിന് തൊട്ട് മുൻപ് വരെ ഇപ്പോഴും. അപ്പോൾ അങ്ങനെ അവരുടെ ആവിർഭാവം കൂടി ആയപ്പോൾ ഇത് മരിയ ഭക്തി തന്നെയായി. യേശുവിൻ്റെ ഒപ്പമായിട്ടുള്ള, അതിന് താഴെ നിന്നുള്ള ആ ഒരു വിധത്തിലാണ് ജനങ്ങൾ. കാരണം അവർക്ക് വലിയ ദൈവശാസ്ത്ര പാണ്ഡിത്യമൊന്നുമില്ല, ദൈവശാസ്ത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരതങ്ങനെയാണ് സ്വീകരിച്ച് ആചരിച്ച് നടത്തിക്കൊണ്ട് വന്നിരുന്നത്. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ, ദൈവമാതാവിൻ്റെ പേരിൽ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുമ്പോൾ, കന്യാമറിയത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പല മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ശാസ്ത്രത്തിന്, വൈദ്യശാസ്ത്രത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത അത്ഭുത രോഗശാന്തികൾ
അത് മനുഷ്യബുദ്ധിക്ക് ഒരു വിധത്തിലും ഇത് ചിന്തിച്ച് അത് രോഗി ആയിട്ട് തന്നെ അതിൽ ജീവിക്കത്തില്ല എന്ന് വന്നിട്ടുള്ള തന്നെ അവസ്ഥയിലാണ് ഈ ഞൊടി നേരം കൊണ്ട് അവരുടെ പ്രാർത്ഥനയിൽ തന്നെ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ ഈ രോഗസൗഖ്യം, അതുപോലെ ഉദ്ദിഷ്ട കാര്യ സാധ്യത, ഇങ്ങനെല്ലാം അവരുടെ ആവശ്യങ്ങളെല്ലാം ജനങ്ങളുടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു മാതാവിൻ്റെ ആ പ്രാർത്ഥനയുടെ പേരിൽ. ഇനിയും എന്നിട്ടും സ്വർഗീയ മധ്യസ്ഥയെന്നൊന്നും സഭ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോഴിങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇത് മാർപ്പാപ്പ ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ഇങ്ങനെ ആയിട്ടില്ല, വ്യക്തത വരുത്തിയപ്പോൾ ഈ ഇവർ പെന്തക്കോസ്ത് ചില വിഭാഗങ്ങൾ, പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങൾ എല്ലാം എന്തുവാ കടതലരമ്പുന്നത് പോലെ അങ്ങ് എരമ്പ് വരികയാണ്. എന്തിനാ? കത്തോലിക്ക സഭയെ ഒന്ന് ചെളിവാരി എറിയണം അതിനു വേണ്ടി. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാരണം ഇപ്പോൾ കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് പറഞ്ഞ ഒരു രേഖ പറത്താം, ജനങ്ങൾ ചെയ്യുന്നു. അതിന് ഒരു തെറ്റുണ്ട്. ഞാനും 1986 മുതൽ ഞാൻ ഇതിനെപ്പറ്റി ശരിക്കും ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ, 1986 മുതൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. പരസ്യമായിട്ട് മറ്റുള്ളവരോട് പറയാനും പഠിപ്പിക്കാനും ഇങ്ങനെ പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങിയ സമയങ്ങളായിരുന്നു. ഇടയ്ക്ക് കുറേ കാലങ്ങൾ 10-25 വർഷങ്ങൾ ചെയ്യാതെ ഇരുന്നു, 30 വർഷത്തോളം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഞാൻ പല വൈദികരോടും, ബഹുമാനപ്പെട്ട വൈദികരോട് ഇതിനെപ്പറ്റി കുറച്ച് പേരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരും പറയും ശരിയാണ്, പക്ഷേ നമ്മളെങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത്? അപ്പോൾ അവരുടെയൊക്കെ വിചാരം സഭയിൽ ഇങ്ങനെ അനുവദിച്ചാണ് ഈ ജനങ്ങൾ ചെയ്യുന്നത്. ഒരു പുരോഹിതർ ഇതൊന്നും തടഞ്ഞിട്ടില്ല. അത് പുരോഹിത വർഗത്തിൻ്റെ പുരോഹിതരുടെ കൂട്ടത്തിൽ നിന്നുള്ള തെറ്റാണ്, അക്ഷന്തവ്യമായ തെറ്റുകളാണ്. അതൊക്കെ തടയേണ്ടുന്നതായിരുന്നു. അമിത ഭക്ത അഭ്യാസങ്ങൾ ഞാനിപ്പോഴും ഈ അടുത്ത കാലത്തും പല വർഷങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല സമയത്തും പലയിടത്തും പോകുമ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇത് തെറ്റാണ്, നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, സ്വന്തം അപ്പച്ചനെയും അമ്മച്ചെയും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കൾ ചെയ്യുന്ന, അവരെ കെട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്യുന്നത് പോലെയുള്ള സ്നേഹപ്രകടനങ്ങളാണ് ജനങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ആരാധനയല്ല, വണക്കമാണ്. പക്ഷേ ഇത് ആരാധനയെന്ന് തോന്നിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കുന്ന രീതിയിൽ അത് പോകാൻ പാടില്ലായിരുന്നു. ഇനിയെങ്കിലും അത് മാറുമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പള്ളിയിലും ഞാൻ പലപ്പോഴും ചിലരോടൊക്കെ പറയാറുണ്ട്, ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നും പാടില്ല എന്നുള്ളത്. ഇപ്പം ചിലർ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പം നമ്മളെ മാതാവ് എന്തോ ചെയ്യും, മാതാവിനോട് എന്തോ പറയും നമ്മൾ, മാതാവ് എങ്ങനെയായിരിക്കും അതിന് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ. ഒരു കുഴപ്പവുമില്ല, ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞ ഇതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് ഭക്ത അഭ്യാസങ്ങളായി വരരുത്. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് ഇതൊക്കെ തോന്നിച്ചത് കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളാണ്, ചില ധ്യാന കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ തന്നെ ചിലയിടത്ത് ചില ധ്യാന കേന്ദ്രത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം, എനിക്കറിയാം. ഞാൻ അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ പറയുന്നു, ഈ ഉടമ്പടി, മരിയൻ ഉടമ്പടി എന്നും പറഞ്ഞുകൊണ്ട് എന്തൊരു വിഡ്ഢിത്തമാണ്. വിശുദ്ധരോട് ഉടമ്പടി ചെയ്യാൻ ഉടമ്പടി ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? ദൈവമാണ് ഉടമ്പടി ഉണ്ടാക്കിയത് മനുഷ്യരുമായിട്ട്. അപ്പോൾ അബ്രഹാമും ഇസാക്കും യാക്കോബും മോശയും എല്ലാം അവരാരും ഉടമ്പടി അങ്ങോട്ട് ദൈവമായിട്ട് ചെന്ന് ദൈവത്തിനടുത്ത് ദൈവമേ ഇതാണ്ട് ഞങ്ങൾക്ക് ഒരു ഉടമ്പടി ചെയ്ത് കയറണം, നീയുമായിട്ട് ഒരു ഉടമ്പടി വേണം അവിടുന്നുമായിട്ട്, അല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവമാണ് പറഞ്ഞത് ഉടമ്പടി വേണമെന്ന്, ഉടമ്പടി ചെയ്യുന്നത്. ഇത് മനുഷ്യരെ കൊണ്ട് ഉടമ്പടി ചെയ്യിക്കുക. അത് വിശുദ്ധരുമായിട്ട് ചെയ്യുന്നത് എങ്ങനെ? മാതാവ് വിശുദ്ധരുടെ വിശുദ്ധയാണ്. ഹൈപ്പർത്തുള്ളിയ എന്ന് പറയുമ്പോഴേ വിശുദ്ധരുടെ വിശുദ്ധ ഉന്നത സ്ഥാനമാണ് എന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇങ്ങനെ നടത്തുന്നത് അവർ എന്തോ കാര്യത്തിനാണ്, എന്തോ ലാഭത്തിനോ നേട്ടത്തിനോ വല്ലതും ആണോ എന്തോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ പോകാറില്ല. ഇവിടുന്ന് ഒരുപാട് പേര് പോകാറുണ്ട്. പോകുന്നവരോടൊക്കെ ഞാൻ വരുമ്പോഴും ഞാൻ ചോദിക്കും, എന്തിനാ, അതൊക്കെയാണോ, ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, ലക്ഷങ്ങളല്ലേ വരുന്നത്, എത്രയോ പേര് അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നത്, അതെല്ലാം എത്രയോ പേരാണ് വരുന്നത്, എത്രയോ ലക്ഷങ്ങൾ. അപ്പോൾ അതൊക്കെ മോശമായിട്ടാണ് ഇത്രയും ലക്ഷം ജനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും, രാജ്യത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നത്?
അവർ മോശക്കാരായിട്ടാണോ അറിവില്ലാത്തവരായിട്ടാണോ എന്ന്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ സാധിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അവർക്ക് മറ്റുള്ളതൊന്നും നോക്കേണ്ടുന്ന കാര്യമില്ല ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇനി അത് പറഞ്ഞ് വിലക്കേണ്ടതാണ്. മറ്റുള്ളവർ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന വിഗ്രഹ ആരാധന എന്നൊക്കെ പറഞ്ഞ് ധരിക്കുന്ന വിധത്തിൽ ആയി പോകരുത്. അപ്പോൾ ഇനി അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഭക്തി എന്നുള്ള പദം പോലും ഉപയോഗിക്കുന്നത്. ഞാനും ചിലപ്പോൾ അറിയാതെ വായിന്ന് വന്നു പോകും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പറയുമ്പോൾ ചിലപ്പോഴും വന്നു പോയി. പക്ഷേ ഞാൻ സൂക്ഷിച്ചാണ് ചെയ്യുന്നത്. ഭക്തി എന്നുള്ള വാക്ക് മരിയ ഭക്തി, അത് ദൈവത്തോടു കൂടിയാണ്. ദൈവത്തോടാണ് ഭക്തി ഉണ്ടാകുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിനോടുകൂടി ദൈവത്തോടെ ഭക്തി ഉണ്ടാകണം. അപ്പം മാതാവ് അതുകൊണ്ട് മാതാവിനോട് ഭക്തിയല്ല, നമുക്ക് എന്താണ് വിധേയത്വം നമുക്കുണ്ടാകാം, വണക്കമുണ്ടാകാം, ആദരവുണ്ടാകാം. ഇതുമെല്ലാം വേണം. അല്ല, ഭക്തി എന്നുള്ളത് മാറ്റണം. ആ ദൈവത്തോട് മാത്രമാണ് നമുക്കുള്ളത്. എല്ലാ വിശുദ്ധരോടും ആദരവുണ്ട്. കത്തോലിക്ക സഭ അതേ പറഞ്ഞുള്ളൂ. അവരെ ആദരിക്കുന്നു, വണങ്ങുന്നു, വണക്കത്തിന് വേണ്ടിയാണ്. ഇനി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നവരുണ്ട്. സാഷ്ടാംഗ പ്രണാമം തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ആരുടെ മുൻപിലാണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യേണ്ടത്? ദൈവത്തിന് മുൻപിൽ മാത്രമേ പാടുള്ളൂ. വിശുദ്ധരുടെ മുൻപിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത്, അതിന് പ്രേരിപ്പിക്കുന്ന വൈദികരുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പം ഞാനത് പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഇത് കൈകാര്യം ചെയ്യുമ്പോൾ പറയുന്നു, അത് തെറ്റ് തന്നെയാണ്. തെറ്റുകൾ നമ്മൾ തിരുത്തേണ്ടി വരും. അത് ഇനിയും അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര വലിയ വിശുദ്ധയായാലും മാതാവ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഭക്തി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഇനിയും ദൈവമാതാവെന്നുള്ള സ്ഥാനം അതെങ്ങനെ വന്നത്? ഇപ്പോൾ എല്ലാവരും ചോദിക്കാം, എന്തുവാ ദൈവമാതാവ്? ദൈവത്തിന് മാതാവുണ്ട്? പിതാവായ ദൈവത്തിൻ്റെ മാതാവല്ല, ദൈവത്തിന് മാതാവില്ല. ഈശോ ആരായിരുന്നു? യേശു ക്രിസ്തു ആരായിരുന്നു? ഈ പറയുന്നവർ, ഈ പ്രൊട്ടസ്റ്റൻറ്റുകാരെന്ന് പറയുമ്പോൾ എതിർക്കുന്നവർ, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ, കത്തോലിക്ക സഭയെ എതിർക്കാനായിട്ട്, ഇതുവരെയുള്ള ക്രൈസ്തവ സഭയെ എതിർക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആ ടൈറ്റിലിൻ്റെ തന്നെ, അവരുടെ പേര്. പൊതുവിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന പേര്, അവർ എതിർക്കുന്നു എന്നുള്ളതാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുക, ഏതിനെയും എതിർക്കുക, അവരുടെ ഇഷ്ടത്തിനൊന്ന് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പിന്നെ 250 വർഷം അല്ലെങ്കിൽ ഒരു 300 വർഷത്തോടടുത്തേ ആയിട്ടുള്ള പെന്തക്കോസ് വിഭാഗം ഉണ്ടായിട്ട്, വിഭാഗങ്ങളാണ്. കാരണം പല വിഭാഗങ്ങളായിട്ട് പൊട്ടി പുറപ്പെട്ട അമീബായുടെ വർധനവ് പോലെ ഇവർ ഇപ്പം ഒരു 2 വർഷം മുൻപ് വരെയുള്ള കണക്ക് വെച്ചെന്ന് ഏകദേശം ഞാൻ പറഞ്ഞു കേട്ടു, അറിയാൻ കഴിഞ്ഞും 44,000 വിഭാഗങ്ങൾ. അത് ഒന്നാണെങ്കിൽ ഇങ്ങനെ വരും, ഒരു ഐക്യം ഉണ്ടെങ്കിൽ. അങ്ങനെയൊന്നും വരത്തില്ല. 44,000 അല്ലെങ്കിൽ 2-3 ആയിക്കോട്ടെ, പോട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇത് നിങ്ങൾ പറയുന്നത് അത് വലിയ തെറ്റ്. നിങ്ങൾക്ക് മിണ്ടാൻ പോലുമുള്ള ദൈവശാസ്ത്രത്തെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്യട്ടെ, അതൊക്കെ നല്ലതാണ്. അല്ല, ഇങ്ങനെ കത്തോലിക്ക സഭയുടെ നേരെ മിണ്ടാനുള്ള, ചൊറിയാനും മാന്താനും ചുരണ്ടാനും ഒക്കെ ഉള്ള ഒരു അവകാശവും ഇല്ല എന്ന് ലജ്ജിക്കണം. കാരണം എന്താ ഞാൻ പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ ആദ്യം മുതൽ പെന്തക്കോസ്ത മുതൽ ഇന്ന് വരെ മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് കത്തോലിക്ക സഭ. അതിനെതിരെ പറയാൻ നിങ്ങൾക്ക് എന്തോ അവകാശം? നാണമില്ലേ? ഞാൻ പറയുക, നിങ്ങളുണ്ടായിട്ട് എത്ര നാളായി? 1600-കളിൽ ആണ് ലൂഥർ ഉണ്ടാക്കിയതാണ്. ലൂഥർ എന്ന് പറയുന്ന വിദ്വാൻ ഇങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കത്തോലിക്ക സഭയിൽ. അന്നത് ഇങ്ങനെയുള്ള ഈ കുറച്ച് ആചാരങ്ങളും ഭക്തി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി ആകപ്പാടെ ഒരു ലെവലുകെട്ട രീതിയിലൊക്കെ ജനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. കാര്യം ശരിയാണ്. അത് തിരുത്തുകയല്ലേ ചെയ്യേണ്ടത്. തിരുത്താൻ ആവശ്യപ്പെട്ട് അത് തിരുത്തും. ഉടനെ അങ്ങല്ല, ക്രമേണ അത് തിരുത്തും. അവിടെ നിന്നോട് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇറങ്ങിപ്പോയി അവിടെ ഒരു വലിയ ആളാകാൻ നോക്കി. അതാണ് അവിടെ അത് തെറ്റായിട്ട് വന്നത്, സഭയുടെ പിളർക്കുന്നു. ഇനി ഈ സഭയെ ഇങ്ങനെ ഒന്നിച്ച് അന്ന് മുതൽ, അതായത് അന്ന് വരെ 1600 വർഷങ്ങളും കൊണ്ട് ഇങ്ങനെ നിന്ന്, അവരുടെ കാലത്ത് നിന്ന് അവർ നിന്ന് ഈ സഭയെ തന്നെയാണ് ഈ പറയുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ. ഈ ഒരു സഭയെ ഉള്ളായിരുന്നു, ഈ ഒരു സഭയെ തന്നെയാണ്. അത് ഇന്നും നിലനിൽക്കുന്ന കത്തോലിക്ക സഭയാണ്.
റോമിലെ പാപ്പായുടെ കീഴിൽ നിലനിൽക്കുന്ന സഭ. അതാണ് യഥാർത്ഥ സഭയടിക്കുന്നത്. അതിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് ഇവർ. ഇവർക്ക് എന്തോ കാര്യമുണ്ട് പറയാൻ ഇതൊക്കെ. കത്തോലിക്ക സഭയെ ഫലസിക്കാനും നിന്ദിക്കാനും ഉള്ള യാതൊരു അവകാശമില്ല. കത്തോലിക്ക സഭയ്ക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും പല തെറ്റുകളും വന്നിട്ടുണ്ട്. ആ തെറ്റുകൾ അന്നത്തെ കാലത്ത് ക്ഷമ പറയാനോ ചോദിക്കാനോ ഇങ്ങനെ അത് തെറ്റിപ്പോയി എന്ന് പറയാനോ അവർക്കാർക്കും തോന്നിയിട്ടില്ല. മാർപ്പാപ്പാർ അവരും മനുഷ്യരാണ്. തെറ്റാവരമൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ആ വരമുണ്ടെങ്കിലും പലതെല്ലാം മനുഷ്യരായതുകൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ ആധുനിക കാലത്ത് പല പാപ്പാമാരും അത് തെറ്റായിരുന്നു, ആ ലോക ജനതയോട് മുഴുവനും ഞങ്ങൾ അതിന് ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞ് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ട്? നിങ്ങൾ ഈ പറയുന്നത് ഓരോ എന്തുവാ പറയുക, തോന്നിയ ദിവസങ്ങൾ പറയും ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യം നിങ്ങൾക്ക് പിന്നെ അത് ശരിയാണെന്ന് തോന്നിയത് അത് ക്ഷമിക്കണമെന്ന് പറയാൻ തോന്നിയില്ല. ഒരിക്കലും തോന്നിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പറയുന്നതെല്ലാം ഫൂളിഷ്നെസ്സാണ്, വിഡ്ഢിത്തങ്ങളാണ്, ബൈബിളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, ദുർവ്യാഖ്യാനം ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒന്നിച്ച് നിന്ന ഈ ദൈവത്തിൻ്റെ രാജ്യം, ഈ സഭ ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തെ ശക്തിപ്പെടുത്താനാണ്, ദൈവരാജ്യത്തിലെ പ്രജകളാണ്. അപ്പോൾ അതിനെ ഭിന്നിപ്പിച്ച് വേറൊരു കൂട്ടരുണ്ട്. ആരാ? സാത്താൻ, പിശാച്, സാത്താൻ്റെ ഏജൻറ്റുമാർ, പിശാചുക്കൾ, ദൂതന്മാർ. അപ്പോൾ അവരുടെ സാമ്രാജ്യമാണ് നരക സാമ്രാജ്യം. അപ്പോൾ ദൈവരാജ്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്ത് നിലകൊള്ളുന്നതാണ്, അവരുടെ ആളുകളെ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പിശാചിൻ്റെ നരക സാമ്രാജ്യം. അതിനവർ ഇട്ട വലയിലാണ് എങ്ങനെയെങ്കിലും ഇത് ഭിന്നിപ്പിക്കണം എന്ന് പറഞ്ഞ് വന്ന വലയിൽ വീണതാണ് ലൂഥറും കൂട്ടരും. പിന്നീട് ഇങ്ങോട്ട് വന്ന് പെന്തക്കോസ് വിഭാഗങ്ങൾ. ആദ്യം വന്നത് ആംഗ്ലിക്കൻ ചർച്ചിലാണ്, ഇംഗ്ലണ്ടിൽ. തിന്മ ചെയ്യാൻ വേണ്ടി രാജാവിന് അവസരം ചോദിച്ചപ്പോൾ അത് മാർപ്പാപ്പ അനുവദിച്ചില്ല. അന്ന് മാർപ്പാപ്പയുടെ കീഴിലാണ് രാജാക്കന്മാരെല്ലാവരും തന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ അനുവാദം ചോദിക്കും, ചെയ്യുന്നതിന് ചിലതിന് അവർ മാപ്പ് പരിഹാരം ചോദിക്കും, എല്ലാം ചെയ്യും. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊന്നും നിലനിന്നിരുന്ന ആചാരങ്ങൾ, അതൊക്കെയെല്ലാം നമുക്കുള്ള വിഷയം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതായത് ഭാര്യയെ ജീവിച്ചിരിക്കുക, ഭാര്യയുടെ തോഴിയെ, പരിചാരികയെ വിവാഹം കഴിക്കണം. സഭയിൽ അന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട്. അപ്പോഴത് മാർപ്പാപ്പ ഒരിക്കലും അനുവദിക്കത്തില്ല. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് സഭ അങ്ങുണ്ടാക്കി. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാമല്ലോ, എനിക്ക് ഇഷ്ടമുള്ളവരെ കെട്ടാമല്ലോ, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാമല്ലോ, പ്രവർത്തിക്കാമല്ലോ, പറയാമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്തു. അപ്പോൾ ആ സഭയുടെ പരമാധ്യക്ഷരായ ഈ പോപ്പിൻ്റെ പോലെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നവർ ഈ 2 വർഷങ്ങൾക്ക് മുൻപേ റിട്ടയർ ചെയ്ത ആൾ, സേവനം അവസാനിപ്പിച്ച് അവർ റിട്ടയർ ചെയ്ത ആൾ തിരിച്ചു വന്നു. അങ്ങനെ 2 പേര് തിരിച്ചു വന്ന് റിട്ടയർ ചെയ്തവർ കത്തോലിക്ക സഭയിലോട്ട്. ഞങ്ങൾക്ക് തെറ്റി പറ്റിപ്പോയി എന്നും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ എന്തു പറയുന്നു? ഈ ലൂഥർ തന്നെ മരിക്കുമ്പോൾ, പ്രൊട്ടസ്റ്റൻ്റ് സഭകളെ സ്ഥാപിച്ച ലൂഥർ തന്നെ മരിക്കുമ്പോൾ 1600 അവസാനം മരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ ഈ 2 പേരാണ് പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഈ അവർ കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമാർ 2 പേര് റിട്ടയർ ചെയ്തവർ. അവർ തന്നെയാണ് പറഞ്ഞത്, ലൂഥറിൻ്റെ കുറിപ്പുകളുണ്ട്, ഡയറി കുറിപ്പുകളുണ്ട്, പരിശുദ്ധ കന്യാമറിയത്തെ പറ്റി കൂടുതൽ പഠിക്കാനും ഗവേഷണം നടത്താനും നമ്മൾക്ക് കഴിഞ്ഞില്ല, സഭാവിരോധം കൊണ്ട്. അത് വലിയ തെറ്റായി പോയി. അതും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് സഭയുടെ ശാസ്ത്രം അല്ലെങ്കിൽ ചരിത്രം പൂർണ്ണമാകുകയുള്ളൂവെന്ന്. ഇതൊക്കെ നിങ്ങളുടെ തലയിൽ ഇതൊന്നും വന്നിട്ടില്ലേ? എന്താ നിങ്ങളുടെ മുമ്പിൽ ഇതൊന്നും വരാത്ത? ഞാൻ പറയുന്നുണ്ട്, അതായത് അതിനെ അടുത്ത ഇതിൽ പറയാം. ഞാൻ കൂടുതൽ അതൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയം അതിനു വേണ്ടി അങ്ങ് പോകും. അപ്പോൾ ഇനി ദൈവമാതാവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇതാണ്. യേശു ആരാണ്? യേശു ഒരേ സമയം ദൈവവും മനുഷ്യനുമാണ്. അപ്പോൾ യേശുവിൻ്റെ മാതാവ് ദൈവമാതാവല്ലേ? ആ സ്ഥാനം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല, അത് ശരിയാണ്, 100% ശരിയാണ്. ബൈബിൾ വായിച്ചിട്ടുള്ള അന്യമതസ്ഥർക്ക് പോലും മനസ്സിലാകും യേശുവിൻ്റെ മാതാവ്. പിന്നെ ചിലരുണ്ട് ഇങ്ങനെ ഇങ്ങനെ കുളം കലക്കി നടക്കണമെന്നുള്ള കുറച്ച് പ്രശ്നക്കാരുണ്ട്. തലയിൽ ബുദ്ധി എന്ന് പറയുന്നതില്ല, തലയിൽ മറ്റേതാണ്ടാണ്. അല്ലാത്തവരൊന്നും പറയത്തില്ല, അവർ കാര്യം പറയണത്. അത് ഞാൻ പലപ്പോഴും പറയും, ഒരു കമൻ്റ് ഇടുന്നെങ്കിൽ, അഭിപ്രായം പറയുന്നെങ്കിൽ ആ
ഭാഗം നല്ലൊരു എന്താണ് കാര്യം വെച്ചാൽ അതിനെ പറ്റി ചരിത്രപരമായ സാംസ്കാരികപരമായ സാമൂഹികപരമായ ആ കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം അതിനെപ്പറ്റി പറയാൻ, പ്രതികരിക്കാൻ. ഇതങ്ങനെ ചെയ്യാത്ത കുറേ പേരുണ്ട്. അവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെ പറയുന്നത്. ചാടിക്കയറി എന്തെങ്കിലും പറയാം, എവിടെയെങ്കിലും ഒരു മുറിഞ്ഞ ഒരു വാക്കും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോകൾ ഈ 2 അല്ലെങ്കിൽ 3 കാണും, അതിൽ ചേർത്ത് അത് തീർത്തിട്ട് വേണം കമൻ്റ് ഇടുക എന്നത്. ഇനി ദൈവമാതാവെന്ന് വിളിച്ച ആരാ ആദ്യമേ? ഇത് സഭയൊക്കെ തുടങ്ങുന്നത് യേശു ജനിക്കുന്നതിന് മുൻപേ പറഞ്ഞു. മറിയത്തിൻ്റെ ഉദരത്തിൽ ഉദ്ഭവയായപ്പോഴേ ഇത് ഗർഭധാരണം നടന്നപ്പോഴേ പറഞ്ഞു. വിളിച്ചത് യോഹന്നാ സ്നാപകൻ്റെ അമ്മ എലിസബ എന്ന പുണ്യവതി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:43 എലിസബത്ത് പറയുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടുന്നുണ്ടെന്ന് ഉണ്ടായി. എങ്ങനെ ഉണ്ടായി? ഞാൻ അത്രത്തോളം വിലപ്പെട്ടവളാണെന്നോ എന്ന്. അപ്പോൾ ആരാ വിളിച്ച? കത്തോലിക്ക സഭയാണെന്ന്. ഇവിടെ കത്തോലിക്ക സഭയാന്ന് ഇതുള്ളത് തന്നെ അതേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റത്തില്ല, കത്തോലിക്ക സഭയല്ല. അപ്പോൾ ഇത് കർത്താവിൻ്റെ അമ്മ എന്ന് പറഞ്ഞ എലിസബത്ത് ആണ്. അത് ബൈബിളിലുണ്ട്. ഇതെന്താ വായിക്കാത്തത്? ഇത് വായിച്ചിട്ട് അതിനെപ്പറ്റി ഇതെല്ലാം വിഴുങ്ങിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടുന്നത് എന്താ? ഏതാണ്ടൊക്കെ ചതഞ്ഞതുപോലെ ചില കാക്കയോ കോഴിയോ ചതഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇട്ട് മറിച്ച് തിരിച്ചിട്ടിട്ട് വരുന്നത്, വായിൽ നിന്നിങ്ങനെയുള്ള ഇതൊക്കെ വരുന്നത്. ഈ സഹരക്ഷക, ഇതാണ് തർക്ക വിഷയം. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ഇത് ദൈവമാതാവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം യേശു മനുഷ്യനും ദൈവമാണ്. അതുകൊണ്ടാണ് അപ്പോൾ മരണശേഷം ഉയർത്ത പിതാവിൻ്റെ ഒപ്പം ഉപവിഷ്ടനായിരിക്കുകയാണ് ദൈവം. അതുകൊണ്ട് മാതാവും മാതാവ് തന്നെയാണ്. അതിന് ആ സ്ഥാന സ്വർഗത്തിലുമുണ്ട്, സകല വിശുദ്ധരിലും ഉന്നത സ്ഥാനം. സഹരക്ഷക എന്നുള്ളതാണ് ഇപ്പോൾ തർക്ക വിഷയം. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ബൈബിളിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഇവർ ഇപ്പോഴാണ് ബോധമുണ്ടായെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വരുന്ന കൂട്ടർ. ഞാൻ നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾക്ക് അല്പമെങ്കിലും ജാള്യത ഇല്ലയോ കള്ളം പറയുന്നതിന്, വ്യാജം പറയുന്നതിന്, ദൂഷണം പറയുന്നതിന്? സഭയെ നിങ്ങൾ ഇത്രയും നാൾ ഈ നിങ്ങളുടെ വലിയ അപ്പൂപ്പന്മാരൊക്കെ നിന്ന് ഈ 100-300 വർഷം മുൻപ് വരെ 400 വർഷം മുൻപ് വരെയൊക്കെ നിന്ന ആ സഭയാണ്, അവരൊക്കെ നിന്ന ഈ സഭയാണെന്ന് നിങ്ങളിപ്പോൾ അനാവശ്യം പറയുന്നത്. അവർക്കൊന്നും ഇങ്ങനെയുള്ളത് തോന്നിയില്ല. പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളുണ്ടായപ്പോഴാണ് പോയത്. ഇന്നും നിങ്ങളുടെ കൂട്ടത്തിൽ പെന്തിക്കോസ് വിഭാഗങ്ങൾക്കാണെങ്കിൽ 300 അടുത്ത വർഷങ്ങളെ ആയിട്ടുള്ള പിരിഞ്ഞിട്ട് ഇപ്പോഴും ഒരു കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയാൽ ഉടനെ ഞങ്ങളൊരു സഭയുണ്ടാക്കി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പലതായിട്ട് വിഭജിച്ച് പോവുക ഘടകങ്ങളായിട്ട്. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞത് 44,000 അതിലും കൂടുതൽ ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിനകത്ത് എന്തുവാ ഇത് ഒരു ഏകീകരണമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമേ ഇല്ല. ഇനിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നലെ 34 മിനിറ്റോളം ആകുന്നു. ഞാൻ ഇനി അടുത്ത 3-ാം ഭാഗവും കൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം ദീർഘിച്ചു പോയാൽ കേൾക്കുന്നതിനും ഇതൊക്കെ എല്ലാവർക്കും സമയം കിട്ടാതെ വരും. അതുകൊണ്ടത് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ക്രോഡീകരിച്ച് പറയുകയാണ്. നമ്മളീ പറഞ്ഞ വാക്യങ്ങൾ നിങ്ങൾ വളരെ നല്ലപോലെ ഒന്ന് ചിന്തിക്കണം. ബൈബിളും കൂടെ എടുത്തു വെച്ച് ഈ ഭാഗങ്ങളൊക്കെ നോക്കണമുള്ളവർ ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് വേണം കമൻറ്റ് ഇടുന്നത്. ഈ അടുത്തത് പാർട്ടും കൂടെ കഴിഞ്ഞു. ഇപ്പോൾ 2-ാം ഭാഗം പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 ആണ് ഇത്. അങ്ങനെ എന്നിട്ട് വേണം ഇത് പറയാം. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കണം. ചർച്ച ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ആ ചർച്ച ചെയ്തതിൽ നിങ്ങൾക്കും ഒരു വ്യക്തത വരുമല്ലോ. തെറ്റുകൾ തെറ്റായിട്ട് തന്നെ അംഗീകരിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്മാറണം. മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കരുത്. അത് ദൈവത്തോടും ചെയ്യുന്ന നമ്മൾ പാപമാണ്. വൈദികരായാലും വിശ്വാസികളായാലും വിശ്വാസികളെ അത് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതാണ്. അത് ഇതുവരെ ചെയ്യാത്തതാണ് ഈ വലിയ കുഴപ്പങ്ങളെല്ലാം വന്നത്. നമ്മൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ.